ഹായ് ഫ്രണ്ട്സ്, റേഷൻ സംബന്ധമായിട്ട് ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി ഇല്ലാത്ത ഇനമായ മണ്ണെണ്ണയുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 40 രൂപയായിരുന്ന മണ്ണെണ്ണയ്ക്ക് തിങ്കളാഴ്ച 1 രൂപ കൂടി വർദ്ധിപ്പിച്ച് 41 രൂപയാക്കി. ഇത് 4ാം തവണയാണ് തുടർച്ചയായിട്ടുള്ള വില വർധനവ് ഉണ്ടാകുന്നത്. ജനുവരിയിൽ ഈ ഒരു മണ്ണെണ്ണയുടെ വില 30 രൂപയായിരുന്നു എന്ന് ഓർക്കണം. ഇത് ഇനി എത്രയിൽ ചെന്നാണ് നിൽക്കാൻ പോകുന്നത് എന്ന് ഊഹിക്കാൻ കഴിയില്ല. പെട്രോൾ ഡീസൽ വില വർധനവിനെ പോലെ തന്നെ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന മണ്ണെണ്ണയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ മാസം മണ്ണെണ്ണയുടെ വില 37 രൂപയായിരുന്നു. അത് 3 രൂപ വർദ്ധിപ്പിച്ച് 40 രൂപയാക്കിയിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ച ഇതാ വീണ്ടും വർധനവ് വന്നിരിക്കുകയാണ്. 1 രൂപ കൂടി വർദ്ധിപ്പിച്ച് 41 രൂപയാക്കിയിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടായ വർധനവാണ് വില ഉയരാൻ കാരണമെന്നാണ് പൊതുവിതരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജനുവരിയിൽ 30 രൂപയായിരുന്ന മണ്ണെണ്ണ ഈ വർഷം ഇത് 4ാം തവണയാണ് വില കയറുന്നത്. കേന്ദ്ര വിഹിതം കുറഞ്ഞതിനെ തുടർന്ന് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ മണ്ണെണ്ണ ലഭിച്ചിരുന്നില്ല. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 4 ലിറ്ററും വൈദ്യുതീകരിച്ച വീടിന് 1/2 ലിറ്ററുമാണ് ഇപ്പോൾ റേഷൻ കട വഴി മണ്ണെണ്ണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണെണ്ണ വിഹിതം കുറയുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ നടപടി വേണമെന്ന് കാർഡുടമകളും റേഷൻ കടക്കാരും ആവശ്യപ്പെടുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.